യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് കലാലയ രാഷ്ട്രീയം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. യങ് വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ക്രൈസ്തവ യുവജനങ്ങളും കലാലയ രാഷ്ട്രീയവും. ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മോടൊപ്പമുള്ളവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ അലീന ജോയ്, ബ്ലെസൻ മഞ്ഞക്കുന്നേൽ, ക്ലിന്റൺ ഡാമിയൻ, ആന്റണി ടോം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ക്രൈസ്തവ യുവജനങ്ങളും കലാലയ രാഷ്ട്രീയവും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ക്ലിന്റൺ എന്താണ് പറയാനുള്ളത്? ക്രൈസ്തവ യുവജനങ്ങളും കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളിവിടെ സംവദിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആരാണ് കലാലയങ്ങൾക്ക് തുടക്കം കുറിച്ചത്? ആ ഒരു ചോദ്യം ചെന്ന് അവസാനിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരിൽ തന്നെയാണ്. ക്രിസ്ത്യൻ മിഷണറിമാരാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ജാതിമത വേലിക്കെട്ടുകൾ അയിത്തം നിറഞ്ഞു നിന്നൊരു നാട്ടിൽ അതെല്ലാം തച്ചുടച്ചുകൊണ്ട് അതിനുമപ്പുറത്ത് ഇവിടെ വിദ്യ എല്ലാവർക്കും നൽകിയത് എന്ന് പറയുമ്പോൾ ജാതിയുടെ വ്യത്യാസത്തിൽ വിദ്യ ഒരു കീഴ്ജാതിക്കാരൻ വിദ്യ പകർന്നാൽ അവൻ്റെ കാതിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞു വെക്കുന്ന നാട്ടിൽ എല്ലാവർക്കും പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും ഇവിടുത്തെ വന്ന ക്രൈസ്തവ മിഷണറിമാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം മാത്രമല്ല, കേരളത്തിൻ്റെ സാക്ഷരതയിൽ രണ്ടാമത് നിൽക്കുന്ന മിസോറാം പോലും. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറി സയൻസിൻ്റെ PG പഠന കാലവേളയിൽ എൻ്റെ ലൈബ്രറി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഒരു മിസോറാം യൂണിവേഴ്സിറ്റിയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മിസോറാം കേരളത്തിൽ രണ്ടാമത് വന്നപ്പോൾ? അദ്ദേഹത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു വെച്ചത് ക്രിസ്ത്യൻ മിഷണറീസ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഇന്നിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അല്ലെങ്കിൽ സാക്ഷരതയിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിപ്പ് നൽകിയത് ഈ പറയുന്ന നമ്മുടെ കലാലയങ്ങൾ തന്നെയാണ്. ഈ കലാലയങ്ങൾ ഇവിടെ നട്ടു വളർത്തിയതും ക്രൈസ്തവ മിഷണറിമാർ തന്നെയാണ്. ഈ കലാലയങ്ങൾ വളർന്നപ്പോൾ കേരളം ഒരു രാജഭരണ ചിത്രത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് മാറിയപ്പോൾ അവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകൾ വന്നു തുടങ്ങിയപ്പോൾ അതിൻ്റെ കുഞ്ഞു പതിപ്പുകളായി എവിടങ്ങളും മാറപ്പെട്ടു, കലാലയങ്ങളും മാറപ്പെട്ടു. രാഷ്ട്രീയം എന്നാൽ നമുക്ക് വേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയ ചർച്ചകളിലൂടെയാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത്. ആ ചർച്ചകളിൽ നിന്നാണ് ഒരു സമൂഹം രൂപപ്പെട്ട് അത് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് എത്തുന്നത്. എന്ത് വേണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ടെന്ന വ്യക്തി സ്വാതന്ത്ര്യം പോലും എവിടെയുണ്ട്? ഈ പറയുന്ന രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുൻകാലങ്ങളിൽ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പരസ്പരം ഐക്യത്തിൻ്റെ കലാലയ രാഷ്ട്രീയമായിരുന്ന രാഷ്ട്രീയം ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇന്ന് അടുത്തിരിക്കുന്ന, ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പഠിക്കുന്നു, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, എൻ്റെ അടുത്തിരിക്കുന്ന ആൻ്റണിയുടെ രാഷ്ട്രീയം വേറെയാണ്, ബ്ലസൻ്റെ രാഷ്ട്രീയം വേറെയാണ്. എന്നാൽ അടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്ക് കലാലയ രാഷ്ട്രീയം മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആളിനെ അവൻ്റെ ജീവൻ വരെ കവർന്നെടുക്കണം എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ച് പോകുമ്പോൾ, എന്നെപ്പോലെ ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് അവൻ. അവൻ്റെ ജീവൻ ഞാൻ എന്തുകൊണ്ട് കവരണം? എൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അവൻ എന്നെ വേട്ടയാടുന്നു, ഞാൻ അവനെ ആക്രമിക്കുന്നു. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ കലാലയ രാഷ്ട്രീയം ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നു. അക്രമ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അത് സൃഷ്ടിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി നോക്കിക്കാണുമ്പോൾ തന്നെയാണ് പലപ്പോഴും ഒരു ക്രൈസ്തവ മൂല്യത്തോടു കൂടി നോക്കുമ്പോൾ കലാലയ രാഷ്ട്രീയത്തോട് കലഹിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറയുന്ന കലാലയ രംഗങ്ങളെ കലാപഭൂമികളാക്കിയും അക്രമ ഭൂമികളാക്കിയും അതിനോടൊപ്പം തന്നെ കലാപ ഭൂമികൾക്കപ്പുറത്ത് മരണത്തിൻ്റെ ഒരു ഗന്ധം നൽകുമ്പോൾ അവിടെ മരണം എപ്പോഴും കൊലപാതകങ്ങളും അക്രമങ്ങളും പരസ്പരം ഒരേ ബെഞ്ചിലിരിക്കുന്നവർ തന്നെ പരസ്പരം പോരടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോഴാണ് കലാലയ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നമ്മൾ ചോദിക്കുന്നത്. രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ പറയുന്നത് പോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കും അവൻ്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ അവൻ്റെ രാഷ്ട്രീയത്തിന് മേൽ ഞാൻ കുതിര കയറുമ്പോൾ, അവനെ ആക്രമിക്കുമ്പോൾ, അവനെ ശാരീരികമായി അല്ലെങ്കിൽ മാനസികമായി അവനെ ആക്രമിക്കുമ്പോൾ, ഞാൻ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലുപരി അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുമ്പോൾ കലാലയ രാഷ്ട്രീയത്തെ ചില സമയങ്ങൾ നമുക്ക് എതിർക്കേണ്ടതായി വരും. അതാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിലെ കലാലയ രാഷ്ട്രീയത്തിൻ്റെ പോരായ്മ. കലാലയങ്ങളെപ്പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സംസാരിച്ചു തുടങ്ങേണ്ടത് കലാലയങ്ങളുടെ ചരിത്രത്തെ പറ്റി തന്നെയാണ്. നമ്മുടെ കേരളത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ് വന്നത്. അതായത് വിദ്യ അഭ്യസിക്കാത്തവരും അതുപോലെ ആധുനിക മൂല്യങ്ങളൊന്നും സ്വീകരിക്കാത്തതുമായ ഒരു ജനവിഭാഗം എങ്ങനെയാണ് നീതിക്ക് വേണ്ടി മുറവിള കൂട്ടുന്നതും അതെല്ലാം സ്വീകരിച്ചതും എങ്ങനെയാണ്. അപ്പം ഞാൻ അടുത്ത നാളുകളിൽ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, നമ്മുടെ നവോത്ഥാന നേതാക്കന്മാരിൽ പലരും ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ മിഷണറിമാർ രൂപീകരിച്ച വിദ്യാലയങ്ങളിൽ നിന്ന് ആധുനിക ചിന്തകൾ മനസ്സിലേക്ക് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതങ്ങളെപ്പറ്റി അവരുടെ വീക്ഷണങ്ങൾ
മുഴുവൻ മാറി മറിയുകയാണ്. അതായത് അടിമയായി ജീവിച്ച വ്യക്തിക്ക് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചും തന്നെക്കുറിച്ച് തന്നെയുള്ള ബോധ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ സമരം ചെയ്യുവാൻ ആരംഭിച്ചതും അതുപോലെ അവരുടെ അവകാശങ്ങൾ പലതും നേടിയെടുക്കാൻ ആരംഭിച്ചതിൻ്റെ ചരിത്രം അതാണ്. അപ്പം അത്രമാത്രം ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് വിദ്യാലയങ്ങളും അതുപോലെ കലാലയങ്ങളും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ശരിക്കും ഉരുക്കുമുഷ്ടിയുടെ ഒരു രാഷ്ട്രീയമാണ്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളിൽ നമ്മൾ കാണുന്നത് ആശയങ്ങളും അതുപോലെ ആദർശങ്ങളും ഏറ്റുമുട്ടുകയല്ല, മറിച്ച് അവർ ശാരീരികമായി ആരാണ് കൂടുതൽ ബലവാൻ, കൂടുതൽ ഉരുക്കുമുഷ്ടിയോടുകൂടി ആരാണ് പ്രവർത്തിക്കുന്നത് അവനായിരിക്കും അവനേക്കാൾ കുറഞ്ഞവൻ്റെ മേലുള്ള അപ്രമാദിത്വം സ്ഥാപിക്കുന്നത്. ശരിക്കും ആ തരത്തിലേക്ക് ഇന്ന് കലാലയ രാഷ്ട്രീയം അധംപതിച്ചിരിക്കുകയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. ഒരിക്കലും കലാലയ രാഷ്ട്രീയങ്ങൾ ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളോ അതല്ല, മറിച്ച് നമ്മുടെ സമൂഹങ്ങളിൽ മെച്ചപ്പെട്ട ആശയങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉന്നമനവും അതുപോലെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുവാൻ ഉതകുന്ന രീതിയിലുള്ള സംവാദങ്ങളൊക്കെയാണ് ശരിക്കും കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും അതിലേക്കാണ് ശരിക്കും കലാലയ രാഷ്ട്രീയങ്ങൾ വിരൽ ചൂണ്ടേണ്ടത്. പക്ഷേ ഇന്ന് അതിൽ ഉപരി ശരിക്കും ഫാസിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു തരത്തിലേക്കാണ് ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളും നീങ്ങുന്നത്. അപ്പം ഇതിൽ പർട്ടിക്കുലറായിട്ട് ഇപ്പം ക്രൈസ്തവ സമൂഹങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ യുവജനങ്ങൾ കുറേയധികം വെല്ലുവിളികൾ ഇതിനിടയ്ക്ക് നേരിടുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് പല സാഹചര്യങ്ങളിലും ക്രൈസ്തവ യുവജനങ്ങളും ഇതിൻ്റെ ഭാഗമായി അമർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രാഥമിക അവകാശങ്ങളിൽ ഒന്നായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഇവർ കുതിരകയറുകയാണ്. അതിനെതിരായൊക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങണം. കാരണം ഏതൊരു ഇന്ത്യൻ പൗരനെ പോലെ നമുക്കും അവകാശങ്ങളും ഉണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അതുവഴി സമൂഹത്തിന് ഉയർച്ച പ്രാപിക്കുവാൻ ഉതകുന്ന ആശയങ്ങൾ രൂപീകരിക്കുവാൻ നമുക്കും അവകാശങ്ങളും ഉണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടി നമ്മൾ ശബ്ദിക്കണം. നമ്മുടെ യുവജനങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ബോധവാന്മാരാകണം. ഏതെങ്കിലും ഒരു ആശയം അവർ സ്വീകരിച്ച് തെറ്റായ രീതിയിൽ പോകുന്നതിനേക്കാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഊന്നിയ ദർശനത്തിൽ നിന്ന് നല്ല സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നല്ല സമൂഹം രൂപീകരിക്കുവാൻ അവർക്ക് സാധ്യമാകുന്ന രീതിയിലുള്ളൊരു അവസ്ഥ നമ്മൾ കലാലയങ്ങളിൽ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പരോക്ഷമായി തുടക്കം കുറിച്ച അണസമരത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഈ വേദിയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചാണ്. ജനാധിപത്യത്തെപ്പറ്റി നമ്മൾ പറയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യമെന്ന്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭരണമായിരിക്കണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു കോളേജ് യൂണിയൻ ഉണ്ടാകുക എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ആയിരിക്കണം ആ യൂണിയൻ ഉണ്ടാകേണ്ടത്. പക്ഷെ ഇന്ന് പലപ്പോഴും കലാലയ രാഷ്ട്രീയം അതിൻ്റെ ഒരു അതിര് കടന്നു പോയിരിക്കുന്നു, അല്ലെ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് കലാലയ രാഷ്ട്രീയം വ്യതിചലിച്ചു പോയിരിക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും അവരായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ഈ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തോടുള്ള ഒരു വിശ്വസ്തത, ഒരു സ്നേഹം പ്രകടിപ്പിക്കലാണ് നമ്മുടെ രാഷ്ട്രീയ അവബോധം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കലാലയ രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. പലപ്പോഴും ഈ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് ഇത് വ്യതിചലിച്ചു പോയെന്നുള്ള ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ഇപ്പം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ടത് ഓരോ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. അതുപോലെ തന്നെ ഓരോ മതവിഭാഗങ്ങൾ അങ്ങനെ പല ഇതിനു വേണ്ടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെട്ടത്. ഇപ്പം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ ആ ഒരു പ്രത്യേക വിഭാഗത്തെ പറ്റി അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ അതേക്കുറിച്ച് പഠിച്ച് സംസാരിക്കാൻ ആ മതവിഭാഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിക്കേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ യുവജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നിർഭാഗ്യവശാൽ ഇന്ന് ക്രൈസ്തവ യുവജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനോ സംസാരിക്കാനോ അങ്ങനെ ഒരു യുവജന പ്രസ്ഥാനം ഇല്ല എന്നുള്ളതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. വിവിധ മതവിഭാഗങ്ങളുടെയും പല രാഷ്ട്രീയ പാർട്ടികളുടെയും ചെറിയ പതിപ്പുകൾ നമ്മുടെ കലാലയങ്ങളിൽ നമ്മൾ കാണുമ്പോഴും
പലപ്പോഴും നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു പ്രത്യയ ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ പിന്നെ ആ ഒരു വഴിക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാനായിട്ട് ഉള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാലയ രാഷ്ട്രീയത്തിൽ നമ്മൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇപ്പം സംസ്ഥാനത്തെ രൂപീകരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും രാജ്യത്തെ രൂപീകരിക്കുന്ന ആ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് പോലും പലപ്പോഴും ക്രൈസ്തവർ ഇറങ്ങില്ല എന്നല്ല, പക്ഷെ ആ ഒരു ഒഴുക്ക് കുറവാണ് മറ്റ് മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ കലാലയ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ കലാലയ രാഷ്ട്രീയങ്ങളിൽ ചിലയിടങ്ങളിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിൻ്റെ കലാലയ രാഷ്ട്രീയം അക്രമാസക്തമായി മാറുമ്പോൾ അവിടെ ക്രൈസ്തവ മൂല്യങ്ങൾക്കൊരു കോട്ടം സംഭവിക്കുന്നുണ്ട്. അതിലുപരി ഇന്നിൻ്റെ കലാലയ രാഷ്ട്രീയം അക്രമാസക്തമായി മാറുമ്പോൾ അവിടെ ആക്രമിക്കപ്പെടുന്ന ഇത് ഭൂരിഭാഗവും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. നിഷ്കരണം തല്ലി തകർക്കുന്നതും അടിച്ചു തകർക്കുക, സ്ഥാപനങ്ങൾക്ക് കേടുപാട് വരുത്തുക, ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് എന്താണ് കലാലയ രാഷ്ട്രീയത്തിലെ ക്രൈസ്തവികത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, എൻ്റെ ഒപ്പമുള്ളവനെ കരുതുന്ന സ്നേഹിക്കുന്ന, അവനും എന്നെ പോലെ മനുഷ്യനാണെന്നും അവനും ആ കലാലയത്തിൽ പഠിക്കേണ്ടവനാണെന്നും അവൻ്റെ വളർച്ചയ്ക്ക് ഞാനും ഒരു എന്താകേണ്ടതാണ്, ഒരു ചവിട്ടുപടി ആകേണ്ടതാണെന്നും ഉള്ള ഒരു ബോധ്യമുണ്ടാവുക. ഇപ്പോൾ ക്രൈസ്തവീയ ചിന്ത എങ്ങനെ കലാലയ രാഷ്ട്രീയത്തിൽ വരുന്നത് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ ക്രൈസ്തവീയമായുള്ള വലിയൊരു ചിന്തയാണ് എന്ത്, ഇപ്പോൾ നിനക്ക് നിന്റെ സഹോദരനുമായിട്ട് എന്തെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് എന്താണ്, നീ അർപ്പിക്കുന്ന ബലി പോലും നിർത്തി വെച്ചിട്ട് അവനുമായി രമ്യതയിൽ ഏർപ്പെടാനാണ് ക്രൈസ്തവികത പഠിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന ആളെ ഞാൻ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ അയാളോട് ഞാൻ എന്താണ് അത്രത്തോളം വിമർശനാത്മകമായി അതിനും അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആശയങ്ങളുടെ പോരാട്ടങ്ങൾക്കപ്പുറത്ത് ശാരീരികമായി അവനെ ഞാൻ ആക്രമിക്കാൻ തുനിയുമ്പോൾ എൻ്റെ മനസ്സിൽ വരേണ്ട ചിന്തയെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യനാണ് അവനും. അപ്പോൾ അവനോട് രമ്യതപ്പെടേണ്ടതാണ് അവിടുത്തെ ക്രൈസ്തവ കലാലയ രാഷ്ട്രീയത്തിലെ ക്രൈസ്തവികത എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇസങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളായിക്കൊള്ളട്ടെ, അത് ആ വിശ്വാസത്തെ വരെ ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിദ്യാർത്ഥി ഒരു കലാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ വിശ്വാസത്തെ വരെ ഹനിക്കുന്ന തരത്തിൽ, അവൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ ഇസങ്ങൾ നിരീശ്വരവാദത്തിലേക്കും അവൻ്റെ വിശ്വാസത്തിൽ നിന്നും അവനെ അകറ്റുന്ന തലത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ അവിടെ അവനെ പിടിച്ചു നിർത്താൻ പക്ഷേ ഇന്നത്തെ ക്രൈസ്തവ മത നേതൃത്വങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആവിഷ്കാരം അവിടെയാണ് വരുന്നത്. കാരണം അതൊരിക്കലും ഒരു വർഗീയതയായിട്ട് എനിക്ക് കാണാൻ സാധിക്കത്തില്ല. അതിനും അപ്പുറത്ത് സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പരം താങ്ങും തണലുമാകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കേണ്ട നമ്മുടെ കടമയാണ്. ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, ഇന്നത്തെ പല വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അവന്റെ പ്രത്യയ ശാസ്ത്രങ്ങൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വരുന്നവർ പലപ്പോഴും അവരൊരു നേതാവായിട്ട് മാറുമ്പോൾ അവർ ക്രൈസ്തവ വിരോധിയായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പം പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ ആയിട്ടുള്ള ക്രൈസ്തവ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്നും രാഷ്ട്രീയക്കാർ ഉണ്ടാവണം. ഒരിക്കലും കലാലയ രാഷ്ട്രീയത്തെ നമ്മൾ തളർത്തുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കലാലയ രാഷ്ട്രീയത്തെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഞാൻ തളർത്തുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കലാലയ രാഷ്ട്രീയം വേണം. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു ക്രൈസ്തവൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളിൽ അവനോടൊപ്പം നിൽക്കാൻ ആരാണ് അവിടെ ഉള്ളത്? ചിലപ്പോൾ പല കാര്യങ്ങളിലും അവൻ്റെ ഇസങ്ങൾ അവനെ സംരക്ഷിച്ചില്ലെന്ന് വരാം. അത് അവൻ ഏത് വിശ്വാസത്തിൽ കടന്നു പോകുന്നു അവർക്ക് അതിൻ്റെതായിട്ടുള്ള കടമയുണ്ട്. എന്നാൽ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ പോകുമ്പോൾ ആയിക്കൊള്ളട്ടെ, കോളേജിൽ നിന്നും വിദ്യാഭ്യാസം കിട്ടി ഇറങ്ങുമ്പോൾ അവൻ ക്രൈസ്തവ വിരുദ്ധനായി അല്ലെങ്കിൽ ക്രൈസ്തവ വിരോധിയായി മാറുന്നത് ഒരുപക്ഷെ അവനിലേക്ക് കടത്തിവിടുവാൻ ഈ പറയുന്ന ഇസങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ അവൻ ക്രൈസ്തവ വിരോധിയായി മാറി വന്നാലും ഞാൻ പറയുന്നതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ക്രൈസ്തവീകത നമ്മുടെ ഈ കലാലയ രാഷ്ട്രീയത്തിലേക്ക്, അത് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വർഗീയമായ ചിന്താഗതിയല്ല. അതെന്ന് പറയുന്നത് എന്നെപ്പോലെ അവരെന്നെ കാണാനുള്ളൊരു തുറവി നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാവണം. നമ്മുടെ കുട്ടികളിൽ നിന്നും ഭാവിയുടെ നല്ല രാഷ്ട്രീയം പറയുന്ന ഒരു സമൂഹത്തെ സെക്കുലറായിട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു രാഷ്ട്രീയക്കാർ നമ്മുടെ ഇടയിൽ നിന്നുണ്ടാവണം. ഇന്നത്തെ പിന്നെ വേറൊരു വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും ഒരു വിദ്യാർത്ഥി കലാലയത്തിലേക്ക് അവൻ്റെ ആദ്യ കൊല്ലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ മൂല്യങ്ങളുമായി ഒത്തുചേർന്ന് പോകുന്ന പ്രസ്ഥാനങ്ങൾ അവന് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നിഷ്പക്ഷമായൊരു സമീപനമാണ് സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും
ഈ പറഞ്ഞതുപോലെ ഉരുക്കും ഇഷ്ടി കൊണ്ടുള്ള ഒരു പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് വെക്കുന്നത് മൂലം ഇവന് സ്വാഭാവികമായിട്ട് എന്തിൻ്റെയെങ്കിലും ഒരു പരിരക്ഷ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇവന് സ്വാഭാവികമായി ഇവന് താല്പര്യമില്ലാത്തത് എന്നാൽ ഇവന് ഇതില്ലാതെ വേറെ രക്ഷയില്ല എന്നൊരു നറേറ്റീവ് വരുന്നത് കൊണ്ട് ഇവൻ സ്വാഭാവികമായി ഇവന് വിപരീതമായ പല ആദർശങ്ങളും ഇവൻ മൂകതയോടുകൂടി അങ്ങ് സ്വീകരിക്കും. അപ്പം അതിലൂടെയും ശരിക്കും പറഞ്ഞാൽ കലാലയത്തിൽ നമ്മൾ കാണേണ്ടത് ആശയങ്ങളുടെ സംവാദമാണ്. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ശരിക്കും ചർച്ച ചെയ്തൊക്കെയാണ് നമ്മൾ അതിൽ നിന്നൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. പക്ഷേ ഇന്ന് ഇവർ തുറന്ന രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിലേക്ക് കിടക്കുകയാണ്. അതായത് ശരിക്കും കലാലയം എന്ന് പറയുന്നത് ഒരു യുദ്ധഭൂമിയായി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം തന്നെ വരുന്നത് കുറേയധികം തെറ്റായ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇത് സുവ്യക്തമാണ്. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഒരുപോലെ തന്നെ നല്ലവയല്ല. അപ്പം അങ്ങനെ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ്, അങ്ങനെ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളെ ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ, കലഹിതമാകുമ്പോഴാണ്, കലുഷിതമാകുമ്പോഴാണ് ഈ പറയുന്ന ക്യാമ്പസുകളിലെ ആ ക്യാമ്പസിനെ നിയന്ത്രിക്കുന്ന അധികാരികൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കേണ്ടി വരുന്നത്. കാരണം അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകുന്നു, ഈ പറയുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരം പോരടിക്കുന്നു, കലഹിക്കുന്നു, രക്തച്ചൊരിച്ചിലിന് അപ്പുറത്തേക്ക് അത് പുറത്തേക്ക് വലിയ വലിയ പരസ്പരം ഏറ്റുമുട്ടലുകളിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ക്യാമ്പസുകളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഈ ക്യാമ്പസുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്യാമ്പസുകൾക്ക് നിയന്ത്രിക്കേണ്ടി വരും. അത് നിയന്ത്രിക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാകുന്ന ചിന്താഗതിയാണെന്ന രീതിയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വലിയൊരു പ്രചരണമായി അവർ കാണിക്കാറുണ്ട്. ഈ പറയുന്ന ജനാധിപത്യത്തെ അവിടെ കശാപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഓക്കെ, ജനാധിപത്യത്തെ കശാപ്പ് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന വേറൊരു വിദ്യാർത്ഥി നിങ്ങൾ ആക്രമിക്കുന്നു? അവനും ഈ ക്യാമ്പസിൽ പഠിക്കേണ്ടവനല്ലേ? അവനെ നിങ്ങൾ എന്തുകൊണ്ട് തല്ലിത്തോപ്പിക്കുന്നു അവൻ്റെ ആശയങ്ങളോട് പോരടിക്കാതെ? അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ക്രൈസ്തവീയപരമായിട്ടുള്ള ഒരു ചിന്ത. ഈ ചിന്തയിൽ എന്നെപ്പോലെ അവരെന്നെയും കരുതാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതിനുപുറത്ത് എൻ്റെ വിളി എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന എൻ്റെ വിളി മറന്നുകൊണ്ട് അവനെ ഞാൻ ആക്രമണ രീതിയിലേക്ക് മാറുമ്പോൾ എന്നിലെ ക്രൈസ്തവീയതയെ പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ കുട്ടികൾ മറന്നു പോകുന്നുണ്ട്. അതൊരിക്കലും മറക്കാൻ പാടില്ല. അത് ഓർമ്മപ്പെടുത്തുവാൻ ഉറപ്പായും ക്യാമ്പസുകളിൽ ഒരു ക്രൈസ്തവീയമായിട്ടുള്ളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആവശ്യകത ഉണ്ട്. കുന്നം പറഞ്ഞവരോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ കേരളത്തിലെ മാനേജ്മെന്റ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 80-90% കോളേജുകളും നിയമം മൂലം ക്യാമ്പസ് രാഷ്ട്രീയത്തെ നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്ന് അവശേഷിക്കുന്നത് ഗവൺമെന്റ് കോളേജുകളിലാണ് രാഷ്ട്രീയം പരസ്യമായിട്ടുള്ളത് ക്യാമ്പസിനകത്ത്. പക്ഷെ നമുക്കറിയാം, ഈ ഒരു സമീപകാലത്ത് തന്നെ ഒരു വിദ്യാർത്ഥി ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായിട്ട് മരിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ നിരോധിച്ച ക്യാമ്പസുകൾക്കെല്ലാം തന്നെ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറയാനുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകൾ എടുത്താൽ പോലും അവിടത്തെയൊക്കെ പഴയ അധ്യാപകരോട് ചോദിച്ചാൽ അറിയാം, അവർക്കെല്ലാം ഒരു ചോരയുടെ മണമുള്ള ഒരു പഴയ ഒരു അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാനേജ്മെന്റ് കോളേജുകളൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയത്തെ നിയമം മൂലം നിരോധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഒരു ക്രൈസ്തവ നേതൃത്വം വരുന്ന ഒരു നന്മയുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ആവശ്യകത ഉയർന്നു വരുന്നത്. അതെ, പലപ്പോഴും തെറ്റായ പ്രത്യയശാസ്ത്രങ്ങൾ പുലുകുന്നത് മൂലമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ആക്രമണത്തിലേക്കൊക്കെ കിടക്കുന്നത്. അതായത് ഇപ്പം ഒരു പ്രത്യയശാസ്ത്രം മുൻപോട്ട് വയ്ക്കുന്നത് കുറേ നാളത്തേക്ക് നമുക്ക് ആശയസംവാദമൊക്കെ നല്ലതാണ്. എന്നാൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കയറി തുറന്ന യുദ്ധം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ഇത് കുറേ അധികം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നു, ഇവരിത് പ്രാവർത്തികമാക്കുന്നു, അവിടെ യുദ്ധഭൂമി ഉണ്ടായി കഴിയുകയാണ്. അപ്പം അതുപോലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ നമ്മൾ ആശയപരമായി തന്നെ നേരിടണം. അതായത് എന്താണ് അതിലെ തെറ്റുകൾ എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആർജവമുള്ള ഒരു യുവജന സമൂഹം രൂപീകരിക്കപ്പെട്ട് വരണം. അതായത് ക്രൈസ്തവ മൂല്യങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നതും അതിന് വിപരീതമായി നിൽക്കുന്ന തെറ്റായ സമൂഹത്തിന് വിപത്ത് വിതയ്ക്കുന്ന ആശയങ്ങളെ പാടെ ആശയപരമായി തന്നെ നേരിടാൻ സാധിക്കുന്ന, ഇല്ലെങ്കിൽ ആ ഒരു മുഖമുള്ളൊരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രത്യയശാസ്ത്രമോ രൂപീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമാണ് ഈ ഇപ്പോഴുള്ള ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബദലായിട്ടൊരു സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മളെല്ലാവരും സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ക്രൈസ്തവർക്ക് രാഷ്ട്രീയത്തോടുള്ള ഒരു മനോഭാവം മാറേണ്ടിയിരിക്കുന്നു. അതിനും ഒരു ക്രൈസ്തവ നേതൃത്വം കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടന വരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ എനിക്ക് ക്ലിന്റൺ അറിയായിരിക്കും, ഒരു കാലത്ത് നമ്മുടെ ക്രൈസ്തവ യുവജന പ്രസ്ഥാനങ്ങൾ പല രൂപതകളുടെയും നിയമാവലിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത്
ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അംഗത്വമുള്ളവരെ ആ സംഘടനയിൽ പ്രവേശിപ്പിക്കത്തില്ലെന്ന്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതിന് മാറ്റം വന്നോന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഇടയിലുള്ള ഒരു ചിന്താഗതിയാണ് രാഷ്ട്രീയത്തിൽ പോകുന്നവരൊക്കെ മോശക്കാരാണെന്ന്. അപ്പൊ ഈ ഒരു ചിന്തയ്ക്ക് മാറ്റം വരണം. രാഷ്ട്രീയക്കാരും ഈ ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്കും അത്യാവശ്യമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് അവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ വേണം. അതിനുവേണ്ടി ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യകത അവിടെയാണ് വരുന്നത്. എന്നോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വലിയ ആക്റ്റീവ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്യാമ്പസുകൾ ഐക്കഫ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ഐക്കഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്യാമ്പുകൾ, അതിനോടൊപ്പം തന്നെ ഒരു NSS മോഡൽ എന്ന് പറഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീം പോലെ മറ്റൊരു തലത്തിൽ കുട്ടികളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഉണർവ് നൽകിക്കൊണ്ട് അവരെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് ജീവിതത്തിന് കൈപിടിച്ചുയർത്തുന്ന ഒരു സംഘടനയായിരുന്നു. അത് ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകൾ എത്രത്തോളം ശക്തമാണെന്ന് കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല ക്യാമ്പസുകളിൽ ഇന്ന് അതിന്റെ ചിലയിടങ്ങളിൽ തുരുത്തുകളായി മാത്രമാണ് മാറിപ്പെട്ടെന്നാണ് എൻ്റെ ഒരു കരുതൽ. തിരുവനന്തപുരത്തുണ്ട് അതിനൊരു സെന്റർ ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് കലാലയങ്ങൾ നിലനിൽക്കുമ്പോൾ ഏതൊരു മതസ്ഥനായിക്കൊള്ളട്ടെ അവനിലുള്ള ലീഡർഷിപ്പ്, അതിനോടൊപ്പം തന്നെ അവനിൽ ക്വാളിറ്റി, ഒരു ലീഡർ ആവാനുള്ള ക്വാളിറ്റി അവന് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ക്വാളിറ്റി അവനിൽ ലഭിക്കുമ്പോൾ അത് ആ ഒരു കലാലയത്തിന് മാത്രമല്ല ഭാവിയിലേക്കുള്ളൊരു ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പൗരൻ, ഒരു സിറ്റിസണിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വഴിയും കൂടി അത് ആയി മാറുന്നുണ്ട്. അതെ, ആദർശവാദികളായ നേതാക്കന്മാർ വിദ്യാലയങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട് വരണം. കേവലം അവരുടെ മാസ്കുലിനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പറ്റം ആളുകളെ രൂപീകരിച്ചെടുക്കുന്നതിനേക്കാൾ ഉപരി രാഷ്ട്ര നിർമ്മാണത്തിനും അതുപോലെ സമൂഹത്തിൻ്റെ പുരോഗമനത്തിനും ഉതകുന്ന രീതിയിലുള്ളൊരു സമൂഹത്തിനെ വാർത്തെടുക്കേണ്ട തരത്തിലുള്ള ചിന്താധാരകൾ ഇനി വരണം. ഈ വിഷയങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. 80:20 ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന സംവരണ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിഷയമായിക്കൊള്ളട്ടെ, അതിലൊക്കെ ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥകൾ, അതായത് രണ്ട് തട്ടുകളിൽ നിന്നുകൊണ്ട് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്നതിനെ കുറിച്ച് ഇത്രത്തോളം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആരാണ് ടേക്കപ്പ് ചെയ്യേണ്ടത്? അപ്പൊ അവിടെ കുറച്ചുകൂടി രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ എന്തുകൊണ്ടും നമ്മൾ ഈ പറയുന്ന ക്രൈസ്തവ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കേ സാധിക്കത്തുള്ളൂ. അതിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പസിൽ ഒരു ക്രൈസ്തവന് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുവാൻ അവൻ്റെ കൂടെ ആര് നിൽക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ പറയുന്ന ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയത്തെ പലരും സമൂഹത്തിനെ തെറ്റിദ്ധരിച്ച് കാണാൻ സാധ്യതയുണ്ട്. അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഒരു സമൂഹത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടി കേരള നിയമസഭ 141 അംഗത്തെ സ്പീക്കർ നോമിനേറ്റ് ചെയ്യുന്നത്. കേരള നിയമസഭയിലോട്ടായാലും ഇന്ത്യൻ പാർലമെന്റിലോട്ടായാലും ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി പ്രത്യേക മണ്ഡലങ്ങൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൈസ്തവ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ആവശ്യം കടന്നു വരുന്നത്. ഇന്നത്തെ കലാലയ രാഷ്ട്രീയത്തിൽ ക്രൈസ്തവ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. നാളത്തെ രാഷ്ട്രീയ നിർമ്മിതിക്കുതകുന്ന നല്ല ക്രൈസ്തവ നേതൃത്വങ്ങളെ നമ്മുടെ നാടിനും ആവശ്യമുണ്ട്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.